നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. പ്രിയദർശിനി രാംദാസ്. പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൂസിഫറിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ്, സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ. പി.കെ. രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ചുകൊണ്ട്, മാറ്റി വെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എമ്പുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അതിനെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് ശ്രീ പൃഥ്വിരാജ്, അതേപോലെ മുരളി ഗോപി, ശ്രീ ആന്റണി പെരുമ്പാവൂർ, എല്ലാത്തിനുമുപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോട് കൂടിയാണ്. ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. എൻ്റെ ഒരു കഥാപാത്രങ്ങളുടെ ഒരു പേരുകൾ എടുത്ത് പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലെയാണ്. അതിലെനിക്ക് മനസ്സറിഞ്ഞ് ഒരു സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്ത ഒരു കഥാപാത്രമാണ്. പ്രിയദർശിനിയിലെ ഒരു കോംപ്ലിക്കേഷൻസും ഒരു സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എമ്പുരാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലോ അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാനിലോ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർക്ക് ഏറ്റവും ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് വേണ്ട എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയാണ്. അപ്പം രാജുവിന് ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി, അല്ലെങ്കിൽ കൺവിക്ഷൻ, കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു ആക്ടറെ സംബന്ധിച്ചും വളരെ വളരെ സന്തോഷം തരുന്ന, വളരെ പ്ലഷറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫേവററ്റ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും രാജുവിന് അതിലൊരു സ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീണ്ടും ലൂസിഫറിന് ശേഷം വീണ്ടും രാജുവിൻ്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷമാണ്. March 27th is the date. Empuran is coming and I can't wait for you to watch it.